सभी कार्यकर्ताओं को बहुत बहुत बधाई देना चाहता हूं, क्योंकि पूरे देश भर में बीजेपी के काम करने के लिए सिर्फ राष्ट्रभक्ति चाहिए, मगर केरल में काम करने के लिए राष्ट्रभक्ति और बलिदान करने की ताकत और बहादुरी तीनों चाहिए। ഇന്ന് അയ്യങ്കാളിയുടെ ഈ മഹത്തായിട്ടുള്ള ഈ ഭൂമിയിൽ വരുന്ന അവസരത്തിൽ കേരളത്തിലെ ബിജെപി പ്രവർത്തകർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളുമുള്ള ബിജെപി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രദേശങ്ങളിൽ അവർക്ക് രാഷ്ട്രഭക്തി മതി. പക്ഷേ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് രാഷ്ട്രഭക്തി മാത്രമല്ല, ബലിദാനം ചെയ്യാനുള്ള ആ ശക്തിയും ധൈര്യവും ഉണ്ടായിരിക്കണം. അതാണ് കേരളത്തിലെ പ്രവർത്തകരുടെ പ്രത്യേകത. मित्रों, आज मैं केरल के सभी भारतीय जनता पार्टी के कार्यकर्ताओं को ये कहने आया हूं कि वो दिन दूर नहीं है जब केरल में भी कमल का निशान का झंडा फहरने वाला है. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ കേരളത്തിൽ വരുന്ന അവസരത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ആ ദിവസം വിദൂരമല്ല. കേരളത്തിലും താമര വിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, पूरे देश भर से कांग्रेस धीरे 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 जनमानस से लुप्त हो रही और पूरी दुनिया से कम्युनिस्ट पार्टी लुप्त हो रही है. केरल में राजनीतिक भविष्य है तो केवल और केवल मोदी जी के नेतृत्व की भारतीय जनता पार्टी का राजनीतिक भविष्य है. हमारे कार्यकर्ताओं ने इस बात को अपने मन में स्थान देकर पुरुषार्थ करने की जरूरत है. ഈ രാജ്യത്ത് നിന്ന് കോൺഗ്രസ് പതുക്കെ 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 അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലോകത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസത്തിന്റെ ആശയവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കേരളത്തിലോ ഏതെങ്കിലും പാർട്ടിക്ക് ഭാവിയുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മനസ്സിൽ ധരിച്ചുകൊണ്ട് വേണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് പ്രവർത്തിക്കുവാനെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, 2014 में जब देश की महान जनता ने मोदी जी के नेतृत्व में भारतीय जनता पार्टी को सरकार बनाने का मौका दिया, मोदी जी पहली बार सांसद भी बने, प्रधानमंत्री भी बने, और जब पार्लियामेंट में जाते थे तब उसके बाद पार्लियामेंट की सीढ़ियों को, वो भूमि को माथे से लगाकर उन्होंने कहा था कि ये भारतीय जनता पार्टी की नरेंद्र मोदी सरकार दलितों की है, गरीबों की है, पिछड़ों की सरकार. 2014 ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ സർക്കാർ വന്ന അവസരത്തിൽ അന്ന് നരേന്ദ്രമോദി ലോക്സഭാ മെമ്പറിലായിരുന്നു. ആദ്യമായിട്ടാണ് ലോക്സഭാ മെമ്പറാകുന്നത്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയാകുന്നത്. ആ പാർലമെന്റിൽ എത്തിയപ്പോൾ ആ പവിത്രമായിട്ടുള്ള ഭൂമിയെ അദ്ദേഹം നമസ്കരിച്ചു, ആ പടികളിൽ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദിയുടെ സർക്കാർ എന്ന് പറയുന്നത് അത് ദളിതരുടേതാണ്, അത് പാവപ്പെട്ടവരുടേതാണ്, അത് പിന്നോക്കക്കാരുടേതാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. मित्रों, और मोदी जी ने इस बात को चरितार्थ करते हुए देश के 60 करोड़ दलित, आदिवासी, गरीब और पिछड़े समाज के व्यक्तियों को उनके जीवन स्तर को उठाने का काम नरेंद्र मोदी जी ने 8 साल के अंदर किया है. നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് 8 വർഷ കാലഘട്ടം കൊണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ്. मैं आज कांग्रेस पार्टी को पूछना चाहता हूं, कभी भी क्या आपकी मंत्रिपरिषद में 12 मंत्री अनुसूचित जाति के रहे हैं क्या? ये काम देश के प्रधानमंत्री नरेंद्र मोदी जी ने भारतीय जनता पार्टी की सरकार में करने का किया है. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ആ കോൺഗ്രസിന്റെ കാലഘട്ടത്തിലോ ഈ 12 പട്ടികജാതി പട്ടികവർഗ
മന്ത്രിമാരുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഈ സർക്കാരിൽ ആ രീതിയിൽ പട്ടികജാതി പട്ടികവർഗ मंत्रीमारुंडाई എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मित्रों, पहली बार जब भारतीय जनता पार्टी को देश का राष्ट्रपति चुनने का मौका मिला, नरेंद्र मोदी जी के नेतृत्व में पूर्ण बहुमत की सरकार बनी. हमने पहला राष्ट्रपति एक दलित समाज के गरीब व्यक्ति रामनाथ कोविंद को चुनने का किया. സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ പൂർണ്ണമായിട്ടുള്ള ആ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന അവസരത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം വന്ന അവസരത്തിൽ നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തത് പട്ടികജാതിക്കാരനായിട്ടുള്ള രാംനാഥ് കോവിന്ദിനെയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. और दूसरी बार जब हमें ये मौका मिला तो हमने एसटी समाज की महिला नेत्री द्रौपदी मुर्मू जी को राष्ट्रपति बनाने का काम किया. രണ്ടാമത്തെ പ്രാവശ്യം ജനങ്ങൾ നമുക്ക് അവസരം തന്ന അവസരത്തിൽ പട്ടികവർഗ വിഭാഗത്തിലെ മഹിളയായിട്ടുള്ള ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയായിട്ട് നമ്മൾ വിജയിപ്പിക്കുകയാണ് ഉണ്ടായത്. क्योंकि प्रधानमंत्री नरेंद्र मोदी जी का दृढ़ विश्वास है कि हमारी अनुसूचित जाति और अनुसूचित जाति के और जनजाति के भाइयों बहनों को आगे लाए बगैर भारत का विकास असंभव है. നരേന്ദ്രമോദിജിയുടെ വിശ്വാസമാണ് ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിലൂടെ അല്ലാതെ ഈ രാജ്യത്തിന്റെ വികസനം സംഭവിക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. मित्रों, मोदी जी की सरकार 8 साल चली है. इस देश में कांग्रेस की सरकार 60 साल चली. एक कम्युनिस्ट भाइयों को भी लगभग 8 साल तक सत्ता में भागीदारी की, मगर दलित समाज, आदिवासी समाज, गरीबों का कभी कल्याण करने का काम नहीं किया, सिर्फ उनके वोट लेने का काम किया. മോഡിജി സർക്കാർ 8 വർഷം ഏതാണ്ട് ഭരണത്തിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി 60 വർഷം ഈ രാജ്യം ഭരിച്ചു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ ഏതാണ്ട് 8 വർഷം ഭരണത്തിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി പിന്തുണയ്ക്കുവാനുള്ള അവസരവുമൊക്കെയായിട്ട് അവർക്ക് കിട്ടി. അവർ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. मित्रों, नरेंद्र मोदी जी ने 10 करोड़ लोगों को मुद्रा योजना में छोटी छोटी लोन देने का काम किया. उसमें से 50%, 10 करोड़ में से 50% दलित समाज के लोग हैं. സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയുടെ സർക്കാർ 10 ലക്ഷം കോടി രൂപയുടെ 10 കോടി ജനങ്ങൾക്ക് മുദ്രാ ലോൺ കൊടുക്കുവാൻ വേണ്ടി ആ പദ്ധതി നടപ്പിലാക്കി. ആ അവസരത്തിൽ അതിൻ്റെ 50%, 10 കോടി ജനങ്ങളിൽ 50% ദളിത് വിഭാഗത്തിന് വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. उज्ज्वला योजना के तहत 9 करोड़ गरीबों को गैस के सिलेंडर दिए गए. 9 करोड़ में से 5 करोड़ एससी और एसटी समाज की माताओं को गैस का सिलेंडर देने का काम किया गया है. അതുപോലെ ഉജ്ജ്വല യോജനയുടെ അടിസ്ഥാനത്തിൽ 9 കോടി ദരിദ്ര കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തു. അതിൽ അഭിമാനമുണ്ട്. 5 കോടി SC ST ജനവിഭാഗങ്ങൾക്കാണ് കൊടുത്തതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. स्वच्छ भारत के तहत 11 करोड़ शौचालय बनाए. 11 करोड़ शौचालय में से 5 करोड़ 50 लाख शौचालय SC और ST समाज के लोगों के बनाए गए हैं. അതുപോലെ തന്നെ ഈ നാട്ടിലെ ശൗചാലയങ്ങൾ ഉണ്ടാക്കിയ അവസരത്തിൽ സ്വച്ഛ ഭാരതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയപ്പോൾ 11 കോടി ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയ അവസരത്തിൽ അതിൽ നിന്ന് 5 കോടി 50 ലക്ഷം ടോയ്ലറ്റുകൾ SC ST ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് പണിതതെന്ന് പറയാൻ ആഗ്രഹിക്കുക. 8 करोड़ गरीबों के घर में
नल से पानी पहुंचाया गया, उसमें से 3 करोड़ गरीब दलित और आदिवासी समाज के हैं। അതുപോലെ തന്നെ ഏതാണ്ട് 8 കോടി ജനങ്ങളിലെ വീടുകളില് പൈപ്പിൽ വെള്ളം എത്തിക്കുകയുണ്ടായി. അതിലെ 8 കോടിയിലെ 3 കോടി ആ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. मित्रों, लगभग 11 करोड़ गरीब किसानों को 11 करोड़ किसानों को हर साल 6,000 रुपया उनको सहायता के रूप में दिया जाता है। സുഹൃത്തുക്കളെ, എല്ലാ വർഷവും ഏതാണ്ട് 11 കോടി കർഷകർക്ക് വർഷം 6,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. और 2 करोड़ 7 लाख गरीबों को आवास देने का काम किया है। उसमें से 1 करोड़ 11 लाख दलित और आदिवासी समाज के भाई बहन हैं। അതുപോലെ തന്നെ 2 കോടി 60 ലക്ഷം വീടുകള് ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് വേണ്ടി വെച്ചു കൊടുത്തു. അതിൽ 1 കോടി 11 ലക്ഷം പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. और 80 करोड़ गरीबों को 2 साल तक प्रति व्यक्ति 5 किलो अनाज मुफ्त दिया गया। वो सभी के सभी में सबसे ज्यादा मेरे अनुसूचित जाति के भाई हैं। അതുപോലെ തന്നെ 80 കോടി ദരിദ്രർക്ക് 2 വർഷ കാലഘട്ടം 5 കിലോ അരി വെച്ച് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭൂരിപക്ഷവും ദളിത് വിഭാഗത്തിന് വേണ്ടിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मैं पूछना चाहता हूं गरीबों की बात करने वाली कम्युनिस्ट पार्टी को और गरीबी हटाओ का नारा देने वाली कांग्रेस पार्टी को कि आपने दलित समाज